അവൻ പഠിക്കാൻ പോണത് തോന്നുമ്പോൾ പഠിക്കുന്നത് ജീവിക്കാനുള്ള മാർഗമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കറിയത്തില്ല. പൈസയൊക്കെ ചെറുക്കന്മാരെന്ത് ചെയ്യുന്നു? ചേക്കന്മാര് 9 പഠിക്കുക. വേറെ കുട്ടി അവരുടെ മോളെ മക്കള് ഒരു മോളെ ഉള്ളു. അവരുടെ ഭർത്താവ് മേലെ കൊണ്ടിട്ടിരുന്ന് അവര് അവിടെ പിന്നെ അവര് ആരണ്ടൊക്കെ വന്ന് കൊണ്ടുപോയത് നോക്കാന്ന് പറഞ്ഞാൽ നോക്കത്തില്ല. ഇങ്ങനെ അങ്ങ് ഇട്ടേക്ക്. ഇത് അൽഫോൺസ. മകൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പമാണ് താമസം. എന്നാൽ വാർദ്ധക്യത്തിൻ്റെ അവശതകൾ നിറഞ്ഞ ജീവിതത്തിൽ ആരോരും ഇവർക്ക് തുണയില്ല എന്നതാണ് വാസ്തവം. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിലെ കുരിയിലുമുകൾ 4 സെന്റിൽ ഷൈജി വിലാസത്തിൽ 75-കാരിയായ അൽഫോൺസ നിരവധി നാളുകളായി രോഗബാധിതയാണ്. ഇവർക്ക് കിടക്കുവാനായി സുരക്ഷിതമായൊരു കട്ടിൽ പോലുമില്ല. ആഹാരവും ജലവുമെല്ലാം ലഭിക്കുന്നത് അയൽവാസികളുടെ കാരുണ്യത്തിലാണ്. ബന്ധുക്കൾ സംരക്ഷിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും പിങ്ക് പോലീസും ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ല. അൽഫോൺസയുടെ മകളുടെ ഏക വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. രാവിലെ ജോലിക്കായി മകളും കുട്ടികൾ വിദ്യാലയത്തിലും പോയി കഴിഞ്ഞാൽ അൽഫോൺസ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അൽഫോൺസയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിരവധി സന്നദ്ധ സംഘടനകളെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നു. വാർദ്ധക്യത്തിൻ്റെ അവശതകളിലും ദുരിത ജീവിതം നയിക്കുന്ന അൽഫോൺസയ്ക്ക് താങ്ങും തണലുമാകേണ്ട മക്കളും ബന്ധുക്കളുമെല്ലാം നിലവിലിവരെ ഉപേക്ഷിച്ച അവസ്ഥയിലുമാണ്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.